അപ്പൊ ഞങ്ങള് ഇന്ന് രാവിലെ ഇപ്പൊ 4:30 നമ്മള് വീണ്ടും നാട്ടിലേക്ക് വെക്കേഷൻ വഴി മൂകാംബികയാണ് നമ്മള് പോകുന്നത്. പൂനെയിൽ നിന്ന് മൂകാംബികയിലേക്ക് ഏത് വഴിയാ പോകുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം ഏകദേശം 4:30 കഴിഞ്ഞു. 0 കിലോമീറ്റർ സെറ്റ് ചെയ്തു. ഞങ്ങള് പൂനെന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി നേരെ മൂകാംബികയിലേക്ക്. അങ്ങനെ നമ്മള് ആദ്യത്തെ ടോളെത്തി. ഇതെവിടെയാ ചേട്ടാ സ്ഥലം? ഇപ്പം സമയം 5:30. നമ്മള് ഖേഡ് ശിവാപൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത്. നമ്മള് പൂനെയിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ടോളാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് ഒരു ടോള് അടിച്ചിട്ട് നമ്മൾ മെയിൻ ഹൈവേയിലേക്കൂടെ, ബാംഗ്ലൂർ പൂനെ ഹൈവേയിലേക്കൂടെ അടിച്ചങ്ങ് വിടും. സൂപ്പർ അല്ലേ കാണാൻ ചേട്ടാ? അടിപൊളി. ഇനി നമുക്ക് ഈ കുന്ന് കേറി അപ്പുറത്തേക്ക് പോകണം. ഏത് കുന്നാ? ഏത് കുന്നാന്ന് നമുക്കറിയത്തില്ല. ഈ ഒരു കുന്ന് ഒരു ചുരം പോലെയാണ്. നമുക്ക് ഒരു വളവും തിരിവെല്ലായിട്ട് നല്ല ഇത് പോകുമ്പോ നമുക്ക് കുന്ന് കേറിയിട്ട് പോണം, കേറിയിട്ട് ഇറങ്ങണം. വരുമ്പോ ഇതിന് ടണലാണ്. അതുകൊണ്ട് വരുമ്പോ ഇതുമായിട്ട് നമുക്ക് ടച്ച് ഇല്ല. ടണലുണ്ട്. ഇത് ഈ കുന്ന് തുറന്നിട്ട് ഒരു ടണലാക്കിയിട്ടുണ്ട്. അത് ആ ടണൽ വഴി നമുക്ക് വരുന്നത്. ഇപ്പൊ നമുക്ക് മുകളിലേക്ക് പോണം. പിള്ളേർ നല്ല ഉറക്കത്തിലുള്ളത്. സമയം 5:58 അല്ലെ? 5:58 കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണാം അല്ലെ? ഒരു 85 കിലോമീറ്റർ നമ്മള് കവർ ചെയ്തിപ്പോ. 85 കിലോമീറ്റർ കവർ ചെയ്തു. ഇപ്പൊ 6 മണിയാവുന്നല്ലേ? ഇപ്പൊ ഏകദേശം 6 മണിയാവാനായി. പക്ഷെ ഇവിടെ 6 മണിയാകുമ്പോ തന്നെ ഇപ്രാവശ്യം നമുക്ക് നല്ലോണം നേരം വെളുത്തേ. നേരം വെളുത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ വെളിച്ചം വരാറില്ല. നമ്മളാ മോളില് കുന്ന് കയറുന്ന സമയത്തൊക്കെ ഇരുട്ടത്താണ് കയറാറ്. ഇപ്പൊ അതുകൊണ്ട് വെളിച്ചത്ത് കയറാം. ഇതുവരെ നമ്മള് വെളിച്ചുള്ള സമയത്ത് കയറിയിട്ടില്ല. അപ്പൊ നമ്മള് ആ ചുരം കാണിച്ചു തരാം നമ്മള് കയറുന്ന സമയത്ത്. ഓക്കെ, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന്. നമ്മളിപ്പോ ജസ്റ്റ് നമ്മളങ്ങനെ ദോശ കാണുന്നുണ്ടാ? ദോശയും ചമ്മന്തി. കോളാപൂരൊക്കെ കഴിഞ്ഞ് ഇനി ബെൽഗാം ടച്ചാവും. ഇപ്പത്തെ സമയം 9 മണി. നമ്മള് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർ ഉറങ്ങുകയെന്ന് നമ്മള് കഴിക്കുകയെന്ന്. നമ്മള് മീൻസ് ഞാൻ കഴിക്കുകയെന്ന്. അതെന്റെ വിജയശാട്ടം ഒരു 5 മിനിറ്റ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും ശരിക്കും കംപ്ലീറ്റ് ആയിട്ടില്ല. ചില സ്ഥലത്തൊക്കെ അവിടെ ഡൈവേർഷൻ ഒരുപാട് ഇല്ലോണ്ട് ചെറുങ്ങനെ ഡിലേ ആയി. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന്, അവള് കഴിക്കുന്നു, ഞാനും കഴിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ പോലെ അങ്ങനെ പുതിയ പാലം ഓപ്പൺ ആയിട്ടുണ്ടല്ലേ? ഇതെന്താ, ഏത് സ്ഥല വിഷട്ടാ? ഇത് നമുക്ക് ബെൽഗാം എത്തുന്നതിന് മുന്നിലേ ആണ്. ഏതാ സ്ഥലം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ബെൽഗാമിൽ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിരുന്നില്ല. താഴെ കൂടെ നമ്മള് പോയത്. അതെ, താഴെ കൂടിയാ പോയത്. നല്ല വലിയൊരു പാലം, നല്ല അടിപൊളി. എന്താ വ്യൂ അല്ലേ? സൂപ്പർ വ്യൂ അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ. പുതിയ പാലമാണ്. നല്ല ക്ലീൻ ഉണ്ട്. നല്ല വ്യൂ അല്ലേ? നല്ല ഗ്രീനറി. അടിപൊളി. നല്ല ഗ്രീനറി ആയിട്ട് അടിപൊളിയാണ്. എല്ലാ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇതാണ് ഇവിടുത്തെ ബെൽഗാവിലെ വിധാൻ സൗദ. ഞങ്ങള് നാട്ടിലേക്ക് പോകുമ്പോൾ ഓരോരോ ലാൻഡ്മാർക്കാണ്. നമ്മൾ ഇതാ നോക്കുക ടൈമിങ്. ഇവിടെ എത്താൻ എത്ര സമയം എടുത്തു, അപ്പോൾ നമ്മള് നാട്ടിലേക്ക് ഇത്ര മണിക്ക് എത്തും എന്നുള്ള ഒരു ഇത് വരുന്നത്. അടിപൊളിയാണ്. കാണാൻ നല്ല അടിപൊളി വ്യൂ. കാണാൻ നല്ല രസമുള്ള സംഭവമാണിത്. വിധാൻ സൗദ. ഇതാണ് നമ്മുടെ വിധാൻ സൗദ അല്ലെ? നമ്മളെപ്പോഴും നോട്ടീസ് ചെയ്യും അല്ലെ? നാട്ടിലേക്ക് പോകുമ്പോ
അങ്ങനെ നമ്മള് ബെൽഗാം എല്ലാം കഴിഞ്ഞ് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് എത്തിയതാണ്. ഒന്ന് റിഫ്രഷ് ആവണം. ഇപ്പൊ നമ്മളിങ്ങനെ ഹൈവേ കാണുന്നുണ്ടോ? ഈ ഹൈവേ ആണ്. ഈ ഹൈവേ സൈഡാക്കിയതാ ഈ പെട്രോൾ പമ്പിലേക്ക്. ഇങ്ങനെ നിൽക്കുമ്പോ നോക്കി അടിപൊളി ഒരു ബട്ടർഫ്ലൈനെ കണ്ടു ഇവിടെ. ഇതൊക്കെ അടിപൊളി സൂപ്പർ ബട്ടർഫ്ലൈ. ഏതാണ് സ്റ്റൈലൊക്കെ? നിങ്ങളാരും കണ്ടില്ല ഇങ്ങനത്തെ ബട്ടർഫ്ലൈ? ഇങ്ങനെ ബട്ടർഫ്ലൈനെ കണ്ടവരുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ഇടുക കേട്ടാ. അടിപൊളിയല്ലേ? ഇതാണ് ബാംഗ്ലൂർ പൂന ഹൈവേ. ഞങ്ങൾ ബെൽഗാമിന്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. ഇവിടെ മൊത്തം റോഡ് പണി ആയതുകൊണ്ട് എല്ലാം ദൂരെയാണ് റോഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. റോഡൊന്നും ശരിയില്ല, എല്ലല്ല, പക്ഷെ കൊറേ ഏരിയയില് ഫുൾ പണി നടക്കുകയാണ്. ഫുള്ളായിട്ട് പണി നടക്കുക. എല്ലാം ഡൈവേർഷനാണ്. വെടിച്ചു പൊളിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇനി കൊറേ കൂടി കഴിഞ്ഞാലല്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് സെറ്റ് ആവുമെന്ന് വിചാരിക്കാം അല്ലെ റോഡ് അല്ലേ വിഷണ്ട? ഇപ്പൊ പിള്ളേരെ നോക്കിയ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. രണ്ടാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കൊറേ ഓടി ഫുഡ് കഴിക്കല അല്ലേ? ഓടി നമ്മള് ഫുഡ് കഴിക്കാണ്. ഉച്ച ഇപ്പൊ സമയം എത്രയാണ്? ഒരു മിനിറ്റ്. അങ്ങനെ നമ്മള് കൊറേ ഓടി നമുക്ക് വിശന്നു അല്ലേ? ഏകദേശം ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കല് 2:15 അല്ലേ? 2:15 അതുകൊണ്ട് ഏതായാലും നമ്മള് ഭക്ഷണം കഴിക്കാൻ നോക്കാണ്. അതെ, ഇന്ന് വെജാണ്. നമ്മൾ അതിന്റെ ഇടക്ക് റൂട്ട് മാപ്പൊക്കെ മാറി മൂകാംബികാന്ന് അടിച്ചിട്ട് അങ്ങ് ബാംഗ്ലൂരത്തേതോ മൂകാംബിക ടെമ്പിൾ കാണിച്ചു. അങ്ങനെ ആദ്യത്തെ പണി നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. മുന്നേ നമ്മള് ജങ്കാർ വഴിയാ വന്നത്. അപ്പൊ ജങ്കാർ വഴി പോണ്ട, അല്ലാതെ പോവാന്ന് വെച്ച് പ്ലാൻ ചെയ്ത് കൊല്ലൂർന്ന് അടിക്കണ്ട മൂകാംബിക അടിച്ചു പോയി. പിന്നെ നേരെ ബാംഗ്ലൂർ ഹൈവേ കയറി പോയി. പിന്നെ വേറെ വകുപ്പിൽ ഇറങ്ങാൻ വേണ്ടിട്ട് പ്രശ്നമില്ല, നമ്മള് വന്ന റൂട്ടാണ്, കുഴപ്പമൊന്നുമില്ല. പകുതിക്ക് നമ്മള് ഡൈവേർഷൻ ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇതൊന്ന് ജങ്കാറിൽ പോണെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മള് സംഭവം എത്തും. ഭക്ഷണം കഴിക്കും. നമുക്കിന്ന് മോരുകറി, കൈപ്പക്കുപ്പേരി, നല്ല അടിപൊളി കൈപ്പക്കുപ്പേരി, കോവക്കുപ്പേരി. പിള്ളേരും ബാക്കുന്ന അനന്തും ഗെയിം കളിക്കുന്നുണ്ട്. അനന്തു ഫുഡ് കൊണ്ടേ. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ അടിച്ചു വിടും. ഇനി ഏടി സ്റ്റോപ്പില്ല. ഭക്ഷണം കഴിച്ചിട്ട് നേരെ മൂകാംബികയില്. ഇനി ഏതായാലും അവിടെ എത്തിയിട്ടാണ്. അല്ല ജങ്കാറ് കിട്ടിയാണ്. ജങ്കാറിലെ കുറച്ച് വ്യൂ കാണിക്കാം. ഓക്കെ. നല്ല മരത്തിന്റെ തണലിൽ ഇരുന്നിട്ട് എല്ലാവരും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. അതിൽ കാണുന്നില്ല, ഇപ്പൊ എന്നെ കാണുന്നില്ല. ഓക്കെ, അടിപൊളി കൃഷിത്തോട്ടാണ്. കവുങ്ങും തോട്ടം ഉണ്ട് അവിടെ. കവുങ്ങും തോട്ടം ഭംഗിതാ ദൂരെ ഒരുപാട് അടിപൊളി കവുങ്ങും തോട്ടമൊക്കെ ഉണ്ട്. ഒരുപാട് ഓടി നമ്മുടെ കാറ് ഇങ്ങ് എത്തി ഇവിടെ. ജങ്കാർ വഴിയാണ് പോകുന്നത് മൂകാംബികയിലേക്ക്. ഇവിടെ കൊറേ വണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പൊ നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് വരും അല്ലേ? അന്ന് പോയത് ഇതല്ലല്ലോ. സംതിങ് ഡിഫറെന്റ് ആണ്. ഇത് ഉണ്ടോ? അപ്പൊ ഞങ്ങള് ജങ്കാറിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതാ ഇത്രയും വണ്ടികളുണ്ട് ഇവിടെ വെയിറ്റിങ്ങില്. അവിടുന്ന് വരുന്നതിനാ നമുക്ക് ഇങ്ങോട്ട് കറക്കി വിടണ്ടേ? ഇവിടെ അങ്ങനെ ജങ്കാർ അങ്ങനെ വരുന്നുണ്ട്. അതിലധികം വണ്ടികളൊന്നുമില്ല ഇന്ന്. 2-3 വണ്ടികളെല്ലാം ഇതിലും പ്രശ്നമില്ല. റിവേഴ്സ് എടുക്കാനാന്ന് പറയുന്നത്. റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമ്മളെ വണ്ടി ഇവിടെ റെഡി ആയിരിക്കാന്ന് ജങ്കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട്.
നമ്മള് മുന്നേയും അനന്തുവിനെ ഹരിയിൽ എഴുതിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇതുപോലെയായിരുന്നു പോയത്. അനന്തുവിന് ഓർമ്മയുണ്ടാ ജങ്കാറിൽ പോയത്? ബേബി ആയിരുന്ന നേരം പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ബസ്സിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. നമ്മള് ബസ്സിന് മുന്നേ വന്നതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റി. അല്ലെങ്കിൽ ബസ് കയറിയതിനു ശേഷം ബാക്കിയുള്ളവരിലും കയറാൻ പറ്റുമല്ലോ. ഇതാ ബസ് കയറുന്നുണ്ട്. ബസ്സിനെ കയറ്റി. ബസ്സിനാണ് ഇമ്പോർട്ടൻസ്. ബസ് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റൂലൂ. നമ്മളിതാ ഇടാതെ ടൈറ്റാന്ന്. ബാക്കിലിതാ ഒരു വണ്ടിയുണ്ട്. അൻതു അച്ഛൻ പുറത്താണ്, അൻതു എല്ലാം കാറിലാണ്. പക്ഷെ കാറ് മൂവ് ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനെ നമ്മള് ജങ്കാറിൽ കേറിയിട്ട് പോവാണ്. കാറുണ്ട് ജങ്കാറില്. അങ്ങനെ നമ്മള് കരയിലെത്തി. നമ്മള് കരയിലെത്തി. വണ്ടികളെല്ലാം ഇറങ്ങി തുടങ്ങി. പോയിട്ട് നമ്മളെ വണ്ടിയിൽ കയറട്ടെ. നമ്മളിനി 19 മിനിറ്റ്സ് ആയി കഴിഞ്ഞാല് മൂകാംബികയിലേക്ക് എത്തും. ഇത് ഭയങ്കര വളവ് റോഡാല് വിഷട്ടാ. എന്താ പറയാ? വളഞ്ഞു മാപ്പ് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും. ഇത് ചുരാണ്, വലിയ ചുരം. നമ്മളാ മൂകാംബികന്റെ ഞങ്ങള് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് നോക്കുമ്പോ ഒരു വലിയൊരു കുന്ന് കാണുന്നില്ലേ ബാക്കിൽ ഭാഗത്ത്? ആ കുന്നാണ് ഞങ്ങളിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളഞ്ഞല്ലേ? ആ വളഞ്ഞ് അല്ലേ? കണ്ടോ? ഭയങ്കരമായ നമ്മളാ കുന്ന് ഇറങ്ങി പോകുന്നതാണ്. നമ്മള് നേരെ മൂകാംബികയിലേക്കാണ് എത്തുന്നത്. ഈ കുന്നിറങ്ങിയിട്ട് നമ്മള് സാധാരണ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോ അതിന്റെ മുന്നിലത്തെ ഭാഗത്തെ കൂടെ വരുമോ, ബാക്കിലത്തെ ഭാഗത്തെ കൂടെ വരുമോ? ഞങ്ങളിപ്പോ പൂനെന്ന് വരുമ്പോ അതുവഴിയും വരാം. പക്ഷെങ്കിൽ ഞങ്ങള് അനന്തുവിന് ജങ്കാറിൽ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് നേരെ ജങ്കാർ പിടിക്കാൻ പോയി. അപ്പൊ ജങ്കാർ വഴി വരുമ്പോഴെപ്പോഴും ജങ്കാറിൽ പോയിട്ട് വരുമ്പോൾ ജങ്കാർ കയറി വരുമ്പോ ആണ് ഈ കുന്നിറങ്ങേണ്ടി വരിക. അപ്പൊ ഇത് ഭയങ്കരமான കുന്നാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങണം. അത്രക്കും വലിയ ചുരും എല്ലാം ഇല്ലതാണ്. ബസ്സൊക്കെ വരുന്നുണ്ട്. വളഞ്ഞു പോകുന്നല്ലേ? കാടല്ല എന്ത്? ഫുൾ കാടല്ലേ? ഇരുട്ടല്ലേ ഇവിടെ? ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലേ എന്തോ? അതെ. നമ്മളവിടെ എത്തിയിട്ട് നമ്മളല്ലേ ഒത്തിരി കാണിച്ചു തരാം. നോക്കിയാ കണ്ട വളഞ്ഞു പോന്നുണ്ട. ഓക്കെ, ഏകദേശം നമ്മള് ഡെസ്റ്റിനേഷനിലെത്തിയല്ലേ. താഴെ അമ്പലത്തിന്റെ നമ്മള് ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസ് ആണ്. ഏതാ? ഏരിയയിലെത്തി നമ്മള്. നമുക്ക് ഇവിടുന്ന് മാപ്പ് ഇടണം. അപ്പൊ അങ്ങനെ മൂകാംബികയിലെ റൂമിലെത്തി. ഫ്രഷ് ആവണം. അടുത്താ, നടന്നിട്ട് കൊണ്ട് ദൂരേ ഉള്ളൂ. എന്തിനീ കുളിക്കാം? വേഗം കുളിക്ക. എല്ലാരും ക്ഷീണിച്ചു. വലിയൊരു ട്രാവലിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ചു. രാവിലെ 4:30 വിട്ടാന്ന് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അപ്പൊ ഇനി കുളിയെല്ലാം കഴിഞ്ഞിട്ട്